لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم محمد سيد الكونين والثقلين والفريقين من قرب الله آجال مولاي لوصال من أبدا في الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا പ്രിയപ്പെട്ട മുതവല്ലിമാരെ നാട്ടുകാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആദ്യമായി ദുആ ചെയ്യുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പാടി പറയുന്നത് പുകഴ്ത്തുന്നത് അത് ഏറ്റവും മഹത്വമുള്ള ഒരു അമലാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നാമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനം ആഘോഷിക്കുന്നത്, ജന്മദിനം അതല്ലെങ്കിൽ പ്രകീർത്തനങ്ങൾ പാടുന്നത് തെറ്റാണ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഖേദകരമായ യാഥാർത്ഥ്യമായിട്ട് മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. നാം ഓർക്കേണ്ടത്, ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് തന്റെ മധുഗീതങ്ങൾ പാടിയ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈറിന് ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ആശീർവാദം, അവിടുന്ന് നൽകിയ അംഗീകാരം ഇന്നും ചരിത്രത്തിന്റെ കിതാബുകളിൽ തങ്ങൾ ഇരുകളാലും ലേഖനം ചെയ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ ഇന്നർ റസൂല ലസൈഫുൻ യസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇന്ത്യയിൽ നിന്നുണ്ടാക്കപ്പെട്ട തിളങ്ങുന്ന ഒരു വാളിന്റെ മൂർച്ച പോലെയാണ് പ്രവാചകന്റെ മുഖമെന്ന് പറഞ്ഞ് പ്രവാചകനെ പ്രകീർത്തിച്ച ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈറിന് തന്റെ മേൽത്തട്ടം കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് തന്റെ മദ്ഹ് ചൊല്ലുന്നതിന്, തന്റെ പ്രകീർത്തനങ്ങൾ പാടി ആലപിക്കുന്നതിന് പരസ്യമായ അംഗീകാരം കൊടുക്കുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ, ഇത്തരം പ്രകീർത്തനങ്ങളെ വിമർശിക്കുന്ന അല്പജ്ഞാനികൾ അറിയാതെ പോയ യാഥാർത്ഥ്യമായിട്ട് ഇന്നും ചരിത്രത്തിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി കിടക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. നാം ഇവിടെ പാടാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവർ രചിച്ച ബുർദയുടെ ഏതാനും വരികളാണ്. ബുർദയുടെ പിറകിൽ വലിയ ചരിത്രമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം അവർ വലിയ ഒരു രോഗം പിടിച്ച്, തളർവാദത്തിന്റെ രോഗം പിടിച്ച് ശയ്യയിലാവുകയാണ്. അങ്ങനെ ഒരിക്കലും തനിക്കൊരു മോചനം സാധ്യമല്ല, ഈ രോഗത്തിൽ നിന്ന് ഒരു മോചനം സാധ്യമല്ല എന്ന് വിചാരിച്ച് അദ്ദേഹം വളരെ നിരാശനായിട്ട്, ഹതാശനായിട്ട് തന്റെ ബെഡിൽ കിടക്കുകയാണ്. ആ സമയത്ത് എല്ലാ ഡോക്ടർമാരും അദ്ദേഹത്തെ കൈവിടുന്നു. ഒരിക്കലും ഒരു ചികിത്സ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈവിട്ട സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നു, തന്റെ കാലഘട്ടത്തിന്റെ, തന്റെ വയസ്സിന്റെ ഏതോ ഒരു നല്ല കാലത്ത് എനിക്കൊരു ആശയം തോന്നി. മദീനയിൽ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഒരു മദ്ഹ് കീർത്തനം ഞാൻ നേർച്ചയാക്കിക്കൊണ്ട് ഞാനത് രചിക്കുകയാണ്. അങ്ങനെ തുടങ്ങി അമിൻ തദക്കുരിജി റാലിൻ ബിദി സലമി മസ്ജിദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി എന്നിങ്ങനെ തുടങ്ങുന്ന ആ മദ്ഹിന്റെ കീർത്തനങ്ങൾ അദ്ദേഹം ആലപിക്കുകയാണ്, അതല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുകയാണ്. അവസാനം അദ്ദേഹം തന്നെ പറയുന്നു, ഞാനങ്ങനെ പൂർത്തിയാക്കിയ സമയത്ത് എന്റെ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. അങ്ങനെ എന്നെ ആപാദചൂടം ഒന്ന് തടവുകയാണ്, അവിടുന്ന് സ്പർശിക്കുകയാണ്, അവിടുത്തെ വെറുതെ എടുത്തിട്ട് അവിടുത്തെ പുറപ്പെടുത്തിട്ട് എന്നെ ഒന്ന് മൂടുകയാണ്. ആ നിമിഷം തന്നെ എന്റെ രോഗം പമ്പ് കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ സാധാരണ എനിക്ക് വെള്ളവും കൊണ്ട് വരാറില്ല. തന്റെ വൃത്യൻ വന്നിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാമത എഴുന്നേറ്റിരിക്കുന്നു, വെള്ളമെടുത്തിരിക്കുന്നു, വുളൂ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. ഇത് കണ്ട് അത്ഭുതപരമ്പരയായവരോട് ചോദിച്ച അദ്ദേഹം പറഞ്ഞത്, ഞാൻ എഴുതിയത് പ്രവാചകന്റെ പ്രകീർത്തനമായിരുന്നു. ഞാനത് ആ സവിധത്തിലേക്ക്, പ്രവാചകന്റെ തിരുസവിധത്തിലേക്ക് നേർച്ചയാക്കി സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മോചനം ലഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വെറും നമ്മുടെ 15-ാം നൂറ്റാണ്ടിൽ, ഈ അടുത്ത 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട മൻസൂരി ഇമാമിന്റെ ഈ ചരിത്രം ഇന്ന് നിഷേധിക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിൽ കൊണ്ട് അറിയപ്പെട്ട വസ്തുതയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ എതിർക്കുന്നവർ, ഇതിനെ വിമർശിക്കുന്നവർ വിനയത്തോടെ പറയുവാനുള്ളത് അവരൊക്കെ മൗലിക ഭരിക്കണം. എന്താണ് മൗലികെന്ന് മനസ്സിലാക്കണം, എന്താണ് പ്രവാചകന്റെ പ്രകീർത്തനം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മൗലിദിലേക്ക് കടന്നു വരണം. ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാമിന് മോചനം സാധ്യമാക്കിയ ഈ ബുറുദ, അതാണ് നാം ഈ വേദിയിൽ വെച്ച് ചെല്ലാൻ പോകുന്നത്. ഇവിടെ പറയേണ്ടത്, അതല്ലെങ്കിൽ നിവർത്തുവാനുള്ളത്, നാം ഓതുന്നത് ബുറുദയുടെ വരികളാണ്. അവിടെ ഒരു രീതിയിൽ, അതല്ലെങ്കിൽ ഒരു ശൈലിയിൽ അതിന്റെ റിതം അങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെയാണ് എങ്കിലും തന്റെ സഹോദരന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ എല്ലാവരും ഇതിന്റെ ജവാബ് ചൊല്ലിയിട്ട് ഞങ്ങളോട് സഹകരിക്കണം. അഥവാ നിങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് ഒരു ആവേശമായി മാറ്റി നമുക്ക് വൻ വിജയമാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. എല്ലാവരും ഞങ്ങളോടൊത്ത് ചെല്ലുക. അതുപോലെ ഈ ബുറുദയുടെ ഓരോ വരികളിലും അറിയുന്നവരൊക്കെ അർത്ഥം ഗ്രഹിച്ച് അതിന്റെ കൂടെ കൂടിയാൽ വൻ വിജയമായിരിക്കും ഇത് എന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.